അവസാനിപ്പിച്ചു തരാമെന്ന് ഒരു ജേർണലിസ്റ്റ് അദ്ദേഹം ജയിലിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത്. വാക്കുകൾക്ക് അത്രമേൽ ശക്തിയുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ കഠിന ഹൃദയം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ക്രൂരനായി പറഞ്ഞ ഹിറ്റ്ലർ പോലും വാക്കുകൾ കൊണ്ടാണ് അത് നേടിയെടുത്തത്. നെപ്പോളിയൻ വാക്കുകൾ കൊണ്ടാണ് നേടിയെടുത്തത്. ഇന്ത്യയുടെ ശില്പിക്കാവുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഈ അക്ഷരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടുമാണ് അദ്ദേഹം പലതും നേടിയെടുത്തത്. ഇന്ത്യയുടെ ഒരു പവിത്രമായ ഒരു തുടക്കം എന്ന് പറയുന്നത് വിഭജനം നടന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഹൃദയത്തിന് മുറിവേറ്റുകൊണ്ട് ആ ഹൃദയത്തിൽ നിന്നും രക്തം വമിക്കുന്ന സമയത്ത് ഒറ്റകൊണ്ട് ചുറ്റി നവധാലിയിലൂടെ നഗ്നപതനായിട്ട് നടക്കുന്ന ഒരു മഹാമനീഷ്യ ഒരു മനുഷ്യൻ പറഞ്ഞ് അരുതേ എന്ന് അദ്ദേഹം എഴുതി. അന്ന് ഓരോ പത്രങ്ങളിലും അരുത്, കീറി മുറിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തന്നെയാണ് കീറി മുറിക്കുന്നത്. നിങ്ങൾ രക്തമൊഴുക്കുമ്പോൾ അത് നിങ്ങളുടെ സഹോദരന്റെ തന്നെ രക്തമാണ് ഒഴിക്കുന്നത്. ഇത് ഒരു പാരമ്പര്യമാണ് എന്നുള്ളതാണ്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധങ്ങൾക്കിടയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതത്ര വളരെ വിപുലവും പ്രബലവുമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു വെച്ചത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചെയ്തത് അത്ര വലിയ ഉത്തരവാദിത്തമുള്ള സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കുറച്ച് പുസ്തകങ്ങളാണെന്നുള്ളത്. ഗ്രേറ്റ് ലഞ്ച് ടേബിൾ എന്ന് പറയുന്ന ജയചന്ദ്രൻ പെരുമ്പടത്തിന്റെ ഒരു പുസ്തകം, സന്ധ്യ പോകുന്നിടം എന്ന് പറയുന്ന അജിത ടി പി കൃഷ്ണയുടെ മറ്റൊരു പുസ്തകം, പ്രവാസത്തിന്റെ കാണാപ്പുറങ്ങൾ അയ്യൂർ സുബ്രഹ്മണ്യന്റെ മറ്റൊരു പുസ്തകം, മൗനം വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ശിവ ദിനേഷിന്റെ പുസ്തകം, അതുപോലെ തന്നെ നിഷാർ കെ കൂടത്തൂര് നമ്മളിൽ നിന്നും വിട്ട് പിരിഞ്ഞു പോയ അകാലത്തിൽ പോയ ഒരു പ്രതിഭയായിരുന്നു നിഷാർ. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ മാധ്യമപ്രവർത്തനമായിട്ട് ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. അക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് തീയുടെ ഒരു സാമീപ്യം, അത് നമ്മളെ കയ്യും ഹൃദയവും കണ്ണുകളും നാക്കും ഒക്കെ പൊള്ളിക്കാൻ മാത്രം കരുത്തുണ്ടെന്ന് തെളിയിച്ച ഒരു യുവ എഴുത്തുകാരൻ. നിസാർ എന്നും യുവ എഴുത്തുകാരനാണ്. കാരണം ആ യുവത്വത്തിന്റെ ആ തീവ്രതയിൽ തന്നെയാണ് നിസാർ സ്വയം അരങ്ങൊഴിഞ്ഞത്. ആ അരങ്ങൊഴിച്ചിൽ അവന്റെ ആ വേദന, ഒരുപക്ഷെ അവന്റെ ഹൃദയത്തിൽ ആ സങ്കീർണമായ വേദനകൾ പലതും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ നിസാറിന്റെ ഒരുപാട് ഇഷ്ടത്തോടെ എന്ന് പറയുന്ന ഒരു ചെറി. അതാണ് ഒരു മനുഷ്യൻ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ നമ്മളിലൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അശോകട്ടൊക്കെ പറഞ്ഞതുപോലെ, നാൽപ്പാടൻ്റെ അത് പറഞ്ഞതുപോലെ, ഇതൊക്കെ നാൽപ്പാടൻ്റെ പിന്മുറക്കാരെന്ന് വിളിക്കാം നമുക്ക്. ഈ പുന്നൂർകുളത്തിൻ്റെയും പെരുമ്പടത്തിൻ്റെയും ഒക്കെ അക്ഷരധാരകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഓരോ എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ ആ പാത പിന്തുടരുന്നവരാണ്. വന്നേരിനാടിൻ്റെ ആ വലിയ ഒരു സൗകുമാരിയിലൂടെയാണ് ഇതെന്ന് ഈ അക്ഷരം. ഇവിടെ അക്ഷരങ്ങളെ പൂത്ത് പരിരസിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് വന്നേരിനാട്ടിൽ. അപ്പൊ അതിന്റെ ആ പാരമ്പര്യത്തിന്റെ തുടർച്ചക്കാരാണ്. ആ തുടർച്ചയിലാണ് ഈ ബഷീർ ബാബു കൊച്ചനൂരിന്റെ 4 വരിപ്പൂക്കൾ എന്ന് പറയുന്ന ഒരു പുസ്തകവും. ഇങ്ങനെ ഇത്തരം പുസ്തകങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ചില പുസ്തകങ്ങൾ മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നെങ്കിൽ ചില പുസ്തകം എഴുത്തുകാരൻ തന്നെ അല്ലെങ്കിൽ എഴുത്തുകാരി തന്നെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒരു പുസ്തകത്തിനാണ് ആദ്യത്തെ പരിചയപ്പെടുത്തൽ നടത്താൻ ഏറ്റവും ഉത്തമമായത് ആ എഴുത്തുകാരൻ തന്നെയാണെന്നുള്ളതാണ്. കാരണം ഒരു എഴുത്തുകാരൻ ആ അക്ഷരങ്ങൾ പകരുമ്പോൾ ഈ മെഴുകുതിരി ഒഴുകുന്നത് പോലെ ഉരുകി വേദനിച്ച് ആ ഒരു വേദനയുടെ അവസാനമാണ് ഒരു രചന സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് അത്രമേൽ ആഴത്തിൽ അവന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആ ഒരു മുറിവിൽ നിന്നുമാണ് ആ അക്ഷരങ്ങൾ നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ 5 പുസ്തകങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ദ ഗ്രേറ്റ് ലഞ്ച് ടേബിൾ എന്ന് പറയുന്ന ജയചന്ദ്രൻ പെരുമ്പടത്തിന്റെ പുസ്തകമാണ്. കാരണം കഥകൾ എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാഹിത്യം എന്ന് വിശേഷിപ്പിക്കുന്ന അറബി കഥകളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കഥ തീരുന്നിടത്ത് ജീവിതം തീരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ ജീവിതങ്ങൾ തീരാതിരിക്കാൻ, നമ്മളുടെ ഈ ഒരു കാരുണ്യം പറ്റാതിരിക്കാൻ നമ്മൾക്ക് കഥകളിലൂടെ സഞ്ചരിക്കാം. മനുഷ്യൻ അവന്റെ ആവിർഭാവം മുതൽ വിവിധ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. കാരണം ബുദ്ധിപരമായിട്ട് അവന് വികാസം പ്രാപിച്ചു വരുന്ന തലച്ചോറ് ഉണ്ടെങ്കിൽ പോലും ബുദ്ധിപരമായിട്ട് അനുഭവങ്ങളിലൂടെ അവന്റെ വികാസത്തിലേക്ക് അവൻ നടന്നു വന്നത്. ഈ ജയചന്ദ്രൻ പെരുമ്പടത്തിന്റെ ഈ കൃതി, അതിൽ ഗ്രേറ്റ് ലഞ്ച് ടേബിൾ എന്ന് പറയുന്ന ടൈറ്റിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഇപ്പൊ സജീഷ് പറഞ്ഞു.
സ്വന്തം മക്കളും ഭാര്യയും കഴിക്കാത്ത ഒരു ഭക്ഷണം ഞാൻ എങ്ങനെ കഴിക്കും എന്നുള്ള ആ ഒരു മൂല്യബോധം, അതൊരു അല്പം കണ്ണീരിൻ്റെ ഒരു ഉപ്പ് നനഞ്ഞ ഒരു കഥയാണ് അത് കേട്ടോ. അത് വായിച്ചു പോകുമ്പോൾ നമുക്കെന്നെ മനസ്സിലാവും, ഞാൻ വായിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് കാരണം നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു പോറലുണ്ടാക്കും അത് എന്നുള്ളതാണ്. കാരണം ഞാൻ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ അത് കിട്ടാതെ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ, അതിയായ ആഗ്രഹമുണ്ട് അത്തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ, അത് കിട്ടാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ഭക്ഷണം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അതിൽ കൈ വെച്ചിട്ട് കൈ എൻ്റെ വായിലേക്ക് ഉയർത്തുമ്പോൾ കൈയൊന്ന് വിറച്ചു പോകും. അഥവാ അങ്ങനെ വിറക്കുന്നില്ലെങ്കിൽ നിങ്ങളിൽ ഒരു മൂല്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൂല്യം, ഒരു മനുഷ്യത്വത്തിന്റെ മഹത്തായ ഒരു ആർദ്രത നമ്മുടെ ഹൃദയത്തിലേക്ക് ആ കഥ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് സജീഷ് ഇപ്പൊ നമ്മളോട് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു സാഹിത്യം മനുഷ്യന്റെ ഹൃദയത്തെയും ബുദ്ധിയെയും തൊടുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഞാനൊന്ന് ചിന്തിക്കും, അഥവാ ഇനി ചിന്തിക്കാത്ത ആളുകളാണെങ്കിൽ, കാരണം ഞാൻ വളരെ മനോഹരമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഞാൻ മറ്റെല്ലാം ചെയ്യുന്നു, പക്ഷെ ഞാൻ എൻ്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ, നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ അറിയാതെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മളെ കൈ അത്തരത്തിലുള്ള ഒരു ഭക്ഷണത്തിലേക്ക് ചെല്ലുന്ന കൈ ഒന്ന് വിറച്ചു പോകും. കുടുംബത്തെ, കുട്ടികളെ, അതൊക്കെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റാത്ത മനുഷ്യന് പിന്നെ എങ്ങനെയാണ് സമൂഹത്തിനെ ചേർത്ത് നിർത്താൻ പറ്റുക? ആ ഒരു കഥാപാത്രം, ആ ഒരു മുസ്ലിയാരുടെ കഥാപാത്രം അനുഭവിക്കുന്ന ഒരു വേദന, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പരിഹാസ്യങ്ങളിൽ ഉണ്ടാകുന്ന കുറേ വേദനകളുണ്ട്. അത്തരത്തിലുള്ള പല വേദനകളും ഹൃദയത്തിൽ ഇങ്ങനെ അടക്കി വെച്ച് നടക്കുന്നവരാണ് പല മനുഷ്യരും എന്നുള്ളതാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മനോഹരമായിട്ടായിരുന്നു സജീഷ് നമ്മൾക്ക് ആ ഒരു കഥ, ആ ഒരൊറ്റ കഥ മതി കേട്ടോ, ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു എല്ലാം അതിനകത്തായി എന്നുള്ളതാണ്. ഇനി നമുക്ക് മുന്നിൽ എത്തുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് അയിരൂർ സുബ്രഹ്മണ്യൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്നുള്ള പുസ്തകമാണ്. എത്രയോ പതിറ്റാണ്ടുകളായി എഴുത്തിൻ്റെ മേഖലയിൽ ഉള്ള ഒരാളാണ് അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകപ്രകാശത്തിന് പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഇവിടെ വന്നേരി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ തന്നെ ഉണ്ടായിട്ട് ഒരു സുഹൃത്ത് ഒരു പുസ്തകത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് അയിരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകമാണ്, തെരുവിലെ പെണ്ണ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ അത്ഭുതം, കാരണം നമ്മൾ അന്നാണ് ഈ വന്നേരി സ്കൂളിലെ സ്ഥിരം എഴുതി സമ്മാനം പഠിക്കുന്ന വലിയ ആൾ ഞാനായതുകൊണ്ട് നമുക്ക് ഇതിനോട് വളരെയധികം കൗതുകമുള്ള ഒരാളും മാത്രമല്ല. വന്നേരി സ്കൂളിൽ പ്രത്യേകതയുണ്ട്. വന്നേരി സ്കൂളിൽ എഴുതാൻ വേണ്ടി പെണ്ണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് താഴെ വെക്കില്ല എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു വന്നേരി നാടിൻ്റെയും ഈ നാലപ്പാടിൻ്റെയും ഈ മാധവിക്കുട്ടിയുടെയൊക്കെ ആ ഒരു വെളിച്ചം നമ്മുടെ പുറകെ ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മുന്നേ ആ വെളിച്ചം ഇങ്ങനെ എപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടായിരിക്കും. അതിനെ ശക്തമാക്കാനും അതിന് കുറേ കൂടെ ഊർജം നൽകാനും അശോകേട്ടനെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പറയും വേണ്ട, അത് ശക്തമായിരിക്കും നമ്മുടെ ചുറ്റുപാട് എന്നുള്ളതാണ്. ഇന്ന് പ്രോത്സാഹനങ്ങളുടെ അതിപ്രസരത്തിൽ കുട്ടികൾ മുങ്ങി മരിക്കുന്ന കാലമാണ് കേട്ടോ. അത്രയധികം പ്രോത്സാഹനം വേണ്ടെന്നറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം വല്ലാതെ ഒരുപാട് പ്രോത്സാഹനത്തിൽ കുട്ടികൾ വളർന്നു വന്നാണ്ടല്ലോ, ചെറിയ കാര്യങ്ങളിൽ അവർ തകർന്നു പോകും. അവർക്ക് ഇതിനോടൊക്കെ പടവെട്ടി പൊരുത്തപ്പെട്ട് കുറേ ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ പരിഹാസം നേടുന്ന ആളുകളായിക്കാരം എനിക്ക് തോന്നുന്നു അക്കാലഘട്ടത്തിൽ എഴുതുന്ന എഴുത്തുകാർ അല്ലെങ്കിൽ കലാകാരന്മാർ എന്ത് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നിരവധി പരിഹാസ്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും സുബ്രഹ്മണ്യേട്ടനെ പോലത്തെ ആളുകളൊക്കെ ഇതിലേക്ക് വന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ കാര്യം. എങ്ങനെ അദ്ദേഹം മറ്റു പല കലകളും ഉണ്ടായിട്ടും എഴുത്ത് എന്ന് പറയുന്ന മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. പറയാൻ അദ്ദേഹത്തിന് കുടുംബത്തിൽ എഴുത്തുകാരില്ല, അതിന് വിപുലമായ പുസ്തകങ്ങളുടെ പാരമ്പര്യവും കാര്യങ്ങളും ഒന്നും അവകാശപ്പെടാനില്ല. 90കളിൽ ഏറ്റവും റിമോട്ട് വില്ലേജ് എന്ന് വിളിക്കാവുന്ന പെരുമ്പടപ്പിന്റെ ഒരു സ്ഥലം, അല്ലെങ്കിൽ അയിരൂർ എന്ന് പറയുന്ന ഈ ഒരു കുഗ്രാമം, ഒന്നുമില്ലാത്തൊരു സ്ഥലം. അവിടുത്തെ ഒരു എഴുത്തിന്റെ വഴിയിലേക്ക് ഒരു അത്ഭുതമാണ്. ഞാൻ എന്നെ തന്നെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. അപ്പൊ എന്നെ സുബ്രഹ്മണ്യത്തിന്റെ കാലത്ത് പറയാനുണ്ടോ? അപ്പൊ അന്ന് അങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയ ഒരു പുസ്തകത്തിന്റെ കർത്താവിന്റെ ഒരു പുസ്തകമാണ് പ്രവാസ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിതത്തിൽ അത് ഒരുപാട് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും, പല പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാം അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ അദ്ദേഹം നമ്മുടെ സമൂഹമായിട്ട് സംവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പുസ്തകം പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം സുഹൃത്തായ ദിവാകരേട്ടനാണ്, ദിവാകരൻ പനന്തറ എന്ന് പറയുന്ന അദ്ദേഹം. ഞാൻ പുസ്തകത്തിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം അത് അദ്ദേഹത്തിന്റെ കർത്തവ്യമായതുകൊണ്ട് അത് മനോഹരമായിട്ട് അദ്ദേഹം നിർവഹിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഹൃദ്യമായി ദിവാകരേട്ടനെ ക്ഷണിക്കുന്നു, അദ്ദേഹം ബാക്കി നിങ്ങൾക്ക് പകർന്നു തരും. മനോഹരമായിട്ട് തന്നെ പ്രവാസത്തിന്റെ ആ നീറുന്ന അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ അയിരൂർ സുബ്രഹ്മണ്യന്റെ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ഒരുപക്ഷെ ഒരു മെഴുകുതിരി പോലെ, അല്ലെങ്കിൽ അവനവന് വേണ്ടിയല്ലാതെ, ഈ മുരുകൻ കാട്ടാക്കട്ടയുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, അവനവന് വേണ്ടിയല്ലാതെ അവന് ചുരു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ആ രക്തസാക്ഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ പ്രവാസി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രക്തസാക്ഷി തന്നെയാണ്.
കാരണം കുടുംബത്തിനോടൊപ്പം കഴിയാതെ, മക്കളോടൊപ്പം കഴിയാതെ മറ്റു പലർക്കും വേണ്ടി എത്രയോ പതിറ്റാണ്ടുകൾ. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു 35 വർഷമാണ് ഗൾഫിൽ ചെലവഴിച്ചത്. ആകെ ഞാൻ നാട്ടിൽ 2 വർഷം കൂടുമ്പോൾ 3 മാസമാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ 35 വർഷത്തിൽ അയാൾ എത്ര മാസമായിരിക്കും സ്വന്തം നാട്ടിലുണ്ടായിരിക്കുക, ഭാര്യയോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം. എത്രയും അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് ഒരു അതിഥി മാത്രമായിട്ട് മാറുന്നുണ്ട് പലപ്പോഴും. അതിനൊക്കെ ഒരു പരിധിയുടെ മാറ്റം വന്നു. കാരണം ഇപ്പം നമ്മൾ ഓൺലൈനുകളും അതുപോലെ സോഷ്യൽ മീഡിയകളും വീഡിയോ കോളുകളും മാത്രമല്ല 1 വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറഞ്ഞു. ജീവിതം നമ്മൾ പണ്ട് മറ്റുള്ളവർക്ക് ജീവിതം നമ്മൾ നൽകണമെങ്കിൽ കുറച്ചൊക്കെ സ്വയം ജീവിക്കാൻ മനുഷ്യൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടങ്ങുകയല്ല, സ്വയം ജീവിക്കണം എന്നുള്ളത്. ജീവിതം അവനവൻ്റേത് മാത്രമാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്ന് കാൽപ്പനിക ലോകത്ത് ജീവിക്കുന്നുണ്ട്. നാളെയുടെ ഉത്കണ്ഠ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇന്നലെയുടെ നൊസ്റ്റാൾജിയ, ഇതൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇത് ഉൾക്കൊള്ളാനും ഇത് ആസ്വദിക്കാനും കഴിയുക എന്നുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് നാളെ ജീവിക്കാമെന്നുള്ളത് മഹാവിഡ്ഢിത്തമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പല പ്രവാസികളും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സ്വയം ബലിയാടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും മനോഹരമായ പ്രവാസ ജീവിതത്തിൻ്റെ കാണാപ്പുറങ്ങളെന്ന് ദിവാകരൻ പനന്തര അദ്ദേഹം അത് അവതരിപ്പിച്ചു. നന്ദി. ഇനി അടുത്തത് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ആഷിഖ് കരിയന്നൂരിൻ്റെ കടലിന് ഒരു കരയും ചെറുതല്ല എന്നുള്ളതാണ്. കടലിന് ഒരു കരയും ചെറുതല്ല. ഇതിവിടെ അവതരിപ്പിക്കുന്നത് ഈ പുസ്തകത്തിന് തന്നെ അവതാരിക എഴുതുകയും കൂടി ചെയ്ത ഡോക്ടർ VC വിനോജ് മാസ്റ്ററാണ് അത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഇതിൻ്റെ അവതാരിക എഴുതാൻ വേണ്ടി ഇത് ആഴത്തിൽ തന്നെ വായിച്ചു കാണും. അത് അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയും. പിന്നെ ആഷിഖ് എന്ന് പറയുന്നത് ബേസിക് അവൻ പെരുമ്പടപ്പുകാരനാണ് എന്നുള്ളതാണ്. അവരുടെ ഉമ്മയുടെ വീട് പെരുമ്പടപ്പാണെന്നുള്ളതാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഈ പുസ്തകങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്ന കാലത്ത് അവൻ വളരെ കുഞ്ഞാണ്. അവൻ വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് കാണുന്ന സമയത്ത് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആഷിഖിനെ കാണുന്നത് ഒരു കവിയായിട്ടാണെന്നുള്ളത് ഭയങ്കര അത്ഭുതം. ട്രാൻസ്ഫോർമേഷൻ നടന്നതുപോലത്തെ ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്കെന്നുള്ളതാണ്. കാരണം ഒരു സാധ്യതയും എനിക്കതിൽ കാണാണ്ടായിരുന്നില്ല. കാരണം കുടുംബത്തെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമല്ല. എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ് അവൻ്റെ അമ്മാവൻ, എൻ്റെ അടുത്ത വീടാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പൊ അങ്ങനെ ഇപ്പൊ നേരത്തെ സുബ്രഹ്മണ്യന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ എന്തിന് സർവോപരി ഞാനെന്ന വ്യക്തി എങ്ങനെ ഇതിലോട്ട് കടന്നു വന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ അത് ഉള്ളിലുള്ള ആ ഒരു അഗ്നിയുടെ ഒരു തീ, അത് ഒരു സമയത്ത് അതങ്ങൾ ഉപയോഗപ്പെടുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ആഷിഖ്. പക്ഷെ ആഷിഖിന്റെ ഒരു വെറും കവിതകളല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ആഷിഖിന്റെ നാട്ടിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ലബിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ആഷിഖിന്റെ കവിതകളെ കുറിച്ചിട്ട്. അയ്യപ്പനോടും പവിത്ര ദീക്കിനിയോടൊക്കെ ചേർന്ന് നിൽക്കാവുന്ന തീവ്രതയുള്ള മനുഷ്യന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ കഴിയുന്ന കവിത്വമുള്ള വാക്കുകൾ. ഒരേ സമയം മനുഷ്യന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയും കവിത്വവും രണ്ടും കൂടി ചേർന്ന് നിൽക്കാറില്ല എന്നുള്ളതാണ്. ഞാൻ ഒരാളെ മർദ്ദിച്ചുകൊണ്ട് സുഖിപ്പിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. ആ സാധ്യമല്ലാത്ത ആ ദ്വന്ദ്വം അത് ആഷിഖിന്റെ കവിതയിൽ. കാരണം ആഷിഖിന്റെ കവിത ഞാൻ 1-2 പ്രാവശ്യം പല ഇടങ്ങളിൽ നിന്നും വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അത്ര മനോഹരമായ കവിതയാണ്. ബാക്കി ഈ പുസ്തകവും ഈ കടലിനൊരു കരയും ചെറുതല്ല എന്നുള്ള പുസ്തകത്തിനെ കുറിച്ച് ഡോക്ടർ വിനോജ് മാസ്റ്റർ കൃത്യമായിട്ട് പറയും. അദ്ദേഹത്തിനെ ആദരവോടെ കൃത്യമായിട്ട് ഈ അവതരണത്തിന് ക്ഷണിക്കും.